ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ തേർഡ് നോർമൽ ഫോമിനെ പറ്റി ഡിസ്കസ് ചെയ്തല്ലേ. സെക്കൻഡ് നോർമൽ ഫോമിൽ വരുന്ന ഒരുപാട് ഡേറ്റ അനോമലീസ് ഈ 3NF റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ 3NFലും ഒരുപാട് ഡേറ്റ അനോമലീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം ഒരു റിലേഷൻ, ആ റിലേഷനിൽ രണ്ട് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് കീസ് വരിക, ഇല്ലെങ്കിൽ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് അത് ഫങ്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രൈം ആട്രിബ്യൂട്ടിനെ, ഈ കേസിലൊക്കെ പിന്നെയും ഡേറ്റ അനോമലീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3NFൽ നിൽക്കുന്ന നമ്മുടെ റിലേഷനെ ഇത്തരത്തിലുള്ള ഇത് കാരണം വരുന്ന ഡേറ്റ അനോമലീസ് വരാൻ കാരണമായതുകൊണ്ട് നമ്മളതിനെ BCNF ബോയ്സ് കോഡ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്? ഈ ബോയ്സ് കോഡ് നോർമൽ ഫോമിൽ ഒരു റിലേഷനിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും ഒരു കീ, ഹോൾ കീയുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. മറ്റൊരു രീതി പറഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ റിലേഷൻ അല്ലെങ്കിൽ ടേബിൾ എന്ന് പറയുന്നത് BCNF ആകണമെങ്കിൽ ആ പർട്ടിക്കുലർ ടേബിൾ എന്ന് പറയുന്നത് 3NF ഫോമിലായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ ഡിറ്റർമിനൻസും സൂപ്പർ കീ ആയിരിക്കണം. എന്തായിരുന്നു ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മുടെ സെക്കൻഡ് നോർമൽ ഫോമിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, A/B. A എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ആണ്, ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന A എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആ ഡിറ്റർമിനൻസ് എപ്പോഴും ഈ BCNFൻ്റെ കേസിൽ സൂപ്പർ കീസ് ആയിരിക്കണം. അപ്പോൾ 3NFൽ നമ്മൾ റിലേഷനെ കൺവേർട്ട് ചെയ്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ റിലേഷൻ്റെ ഡിറ്റർമിനൻറ്റ്, ആ റിലേഷൻ ഉണ്ടായ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ഡിറ്റർമിനൻറ്റ് അതെന്ന് പറയുന്നത് സൂപ്പർ കീ അല്ല എങ്കിൽ നമ്മൾ ആ പർട്ടിക്കുലർ റിലേഷനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ആ സൂപ്പർ കീ അല്ലാത്ത വരുന്ന ഡിറ്റർമിനൻസിനെ നമ്മൾ അവിടെ നിന്ന് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതൊരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 3NF ഫോമിലിരിക്കുന്ന ഒരു റിലേഷനാണ്. ഇവിടുത്തെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് കോഴ്സ് നമ്പർ, ലെക്ചറർ, ടൈം, റൂം. അപ്പോൾ ഇവിടുത്തെ സൂപ്പർ കീസിൽ ഉൾപ്പെടുന്നവയാണ് കോഴ്സ് നമ്പർ, ലെക്ചർ, ടൈമും കൂടെ ഒരുമിച്ചുള്ള ഒന്ന്, ടൈം, റൂമും കൂടെ ഒരുമിച്ചുള്ള ഒന്ന്. ഇവിടെ ലെക്ചർ എന്ന് പറയുന്നത് സൂപ്പർ കീ ഉൾപ്പെടുന്നില്ല, ലെക്ചർ, ടൈമും കൂടെ കമ്പൈൻ ചെയ്തതാണ് ഉൾപ്പെടുന്നത്. അത് ഓർത്തോണം. അപ്പം ഈ കോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൈമറി കീ യൂണിക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഈ ടുപ്പിൾസിനെ, ലെക്ചറും ടൈമും കൂടെ ഒരുമിച്ച് യൂണിക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ടുപ്പിൾസിനെ, ടൈമും റൂമും കൂടെ ഒരുമിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ടുപ്പിൾസിനെ, അല്ലേ? പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കാര്യം അറിയാം. എന്താണ്? ഈ റൂം ലെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ലെക്ചർ PO ബൈം ആകുമ്പം റൂം നമ്പർ 121 ആണ്. D ഗോൾഡൻ ആകുമ്പം എപ്പോഴും 66 ആയിരിക്കും റൂം നമ്പർ വന്നിരിക്കുന്നത്, അല്ലേ? KO ബ്രൈൻ ആകുമ്പം 343 ആണ് ഇവിടെയും ഈ ടുപ്പിളിൽ വന്നിരിക്കുന്നത്. D കരോൾ ആകുമ്പം 876, അല്ലേ? അതിനകത്ത് എന്താണ്? ഈ ലെക്ചർ എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ട് റൂമിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഈ ലെക്ചർ എന്ന് പറയുന്നത് സൂപ്പർ കീ ഉൾപ്പെടുന്നവ ആണോ? അല്ല. ലെക്ചറും ടൈമും കൂടെ ഒരുമിച്ച് ചേർന്ന് സൂപ്പർ കീനെ ഉൾപ്പെടുത്തുള്ളൂ. അപ്പോൾ ലെക്ചർ എന്ന് പറയുന്നത് സൂപ്പർ കീയിൽ ഉൾപ്പെടുന്ന ഒരു ആട്രിബ്യൂട്ട് അല്ല, റൂമിനെ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പം ഈ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഈ റിലേഷൻ എന്ന് പറയുന്നത് BCNF ബോയ്സ് കോഡ് നോർമൽ ഫോമിലല്ല. അപ്പോൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമുക്ക് കോഴ്സ് നമ്പറും ലെക്ചറും ടൈമും കൂടെ ഒരുമിച്ച് ഒരു റിലേഷനായിട്ട്, അതുപോലെ ലെക്ചറും റൂമും കൂടെ ഒരുമിച്ച് മറ്റൊരു റിലേഷനായിട്ട് എഴുതി അതിനെ ബോയ്സ് കോഡ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് നമ്മളിവിടെ കൺവേർട്ട് ചെയ്തു. ലെക്ചറും റൂമും അവ തമ്മിലല്ലായിരുന്നു നേരത്തെ ഒരു ഡിപ്പെൻഡൻസി കാണിച്ചുകൊണ്ടിരുന്നത്. അവ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് ചേർത്തു. പിന്നെ ഇവിടുത്തെ പ്രൈമറി കീ എന്ന് പറയുന്നത് ലെക്ചറാണ്, ലെക്ചറർ റൂമിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പം ഇവിടെ സൂപ്പർ കീ ലെക്ചറർ തന്നെയാണ്. അപ്പം ഇവിടെ സൂപ്പർ കീ ആയിട്ടുള്ള ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ലെക്ചറർ റൂമിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. കോഴ്സ് നമ്പർ, ലെക്ചറർ, ടൈം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇപ്പോൾ ഈ റിലേഷൻ സ്പ്ലിറ്റ് ചെയ്ത രണ്ട് റിലേഷനും 4NF ഫോമിലാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ റിലേഷനും 3NF ഫോമിലാണ്. ഇവിടെ സ്റ്റുഡൻ്റ് എന്നും കോഴ്സ് എന്നും ടീച്ചർ എന്നും പറയുന്ന 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇവിടുത്തെ നമ്മുടെ പ്രൈമറി കീ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റും കോഴ്സുമാണ്. അപ്പോൾ അത് നമ്മുടെ സൂപ്പർ കീ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റും കോഴ്സും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ സൂപ്പർ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റും കോഴ്സും കൂടെ ഒരുമിച്ച് ചേർന്ന് രണ്ടുപേർക്കും കൂടെ സോക്കും, അതായത് സ്റ്റുഡൻറ്റ് സോക്കും കോഴ്സ് DB ആണെങ്കിൽ ടീച്ചറിൻ്റെ പേരെന്ന് വെച്ചാൽ നമുക്ക് ജോൺ എന്ന് പറയാം. കൺഫ്യൂഷൻ വരത്തില്ല. സ്റ്റുഡൻറ്റ് സോയും
കോഴ്സ് DB ആണെങ്കിൽ ടീച്ചറിൻ്റെ പേര് വില്യമാണ് അല്ലേ. അതായത് സ്റ്റുഡൻറ്റും കോഴ്സും ടീച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കോഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ടീച്ചർ ജോൺ ആണെങ്കിൽ കോഴ്സ് DB ആയിരിക്കും. വില്യം ആണ് ടീച്ചറെങ്കിൽ കോഴ്സ് DB ആയിരിക്കും. അതായത് വില്യമായിട്ട് ടീച്ചർ വേറെ എന്തെങ്കിലും കൊമേഴ്സാ വല്ലതും കോഴ്സായിട്ട് ചെയ്യുന്നുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതിനർത്ഥം ടീച്ചർ കോഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീയിൽ ഉൾപ്പെടുന്ന കീ ആണോ? അല്ല. എന്നിട്ടും അതൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് അല്ലേ. എന്നിട്ട് ഈ ടീച്ചർ സൂപ്പർ കീ അല്ലാന്നിട്ട് പോലും കോഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. നമ്മുടെ BCNFൻ്റെ റൂൾ പ്രകാരം സൂപ്പർ കീസിന് മാത്രമേ ഡിറ്റർമിനൻ്റായിട്ട് സൂപ്പർ കീസ് എന്നാൽ മാത്രം ആ ഡിറ്റർമിനൻസിന് മാത്രമേ ആട്രിബ്യൂട്ട്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ടീച്ചർ കോഴ്സിനെ ഡിറ്റർമിൻ ചെയ്തില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഈ റിലേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. എങ്ങനെ? സ്റ്റുഡൻറ്റും ടീച്ചറും എന്ന് പറയുന്ന ഒരു റിലേഷൻ, ടീച്ചറും കോഴ്സും എന്ന് പറയുന്ന മറ്റൊരു റിലേഷൻ, സ്റ്റുഡൻറ്റും കോഴ്സും കൂടെ ഒരു റിലേഷൻ, സ്റ്റുഡൻറ്റും ടീച്ചറെന്ന് പറഞ്ഞ ഒരു റിലേഷൻ, ടീച്ചറും കോഴ്സും എന്ന് പറഞ്ഞ മറ്റൊരു റിലേഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ബോയ്സ് കോഡ് നോർമൽ ഫോം എന്താണെന്നും അത് സാറ്റിസ്ഫൈ ചെയ്യാൻ എന്ത് കണ്ടീഷനാണ് വേണ്ടതെന്നും അതിൻ്റെ 2 എക്സാമ്പിൾസുമാണ്. അപ്പോൾ ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.